ഓം നമഃശിവായ. ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ ഫലനിരൂപണം ചെയ്യുമ്പോൾ നക്ഷത്രത്തിന് 15 നാഴിക അഥവാ 6 മണിക്കൂർ വീതമുള്ള 4 പാദങ്ങളായി തരം തിരിച്ചിട്ടുണ്ട്. ഈ നക്ഷത്രത്തിൻ്റെ 1-ാം പാദത്തിൽ ജനിക്കുമ്പോൾ നല്ല തേജസ്സുള്ളവനും ഐശ്വര്യമുള്ളവനും എല്ലാ ഗുണങ്ങളും തികഞ്ഞവനും എല്ലാവർക്കും പ്രിയപ്പെട്ടവനും സുഖം അനുഭവിക്കുന്നവനും ആയിരിക്കും. 2-ാം പാദത്തിൽ ജനിക്കുമ്പോൾ എല്ലാം അറിയാനുള്ള കഴിവുള്ളവനും നല്ല കാര്യപ്രാപ്തിയുള്ളവനും മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവനും സജ്ജനങ്ങളോട് പ്രിയമുള്ളവനും സന്മാർഗ നിഷ്ഠയുള്ളവനും ഗുണങ്ങൾക്ക് തികവുള്ളവനും ഗുണങ്ങളെ അറിയാനുള്ള കഴിവുള്ളവനും ആയിരിക്കും. 3-ാം പാദത്തിൽ ജനിക്കുമ്പോൾ അനർത്ഥം പറയുന്നവനും കോപശീലമുള്ളവനും ക്രൂരത കാണിക്കാൻ മടിയില്ലാത്തവനും ചെമ്പിച്ച രോമങ്ങൾ ഉള്ളവനും ബുദ്ധിശൂന്യരായവരും ആയിരിക്കുന്നതാണ്. 4-ാം പാദത്തിൽ ജനിക്കുമ്പോൾ ഉദാരമതിയും തമോ ഗുണങ്ങൾ ഉള്ളവനും എന്നും പക മനസ്സിൽ സൂക്ഷിക്കുന്നവനും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവനും ദൂതനും ആയിരിക്കും. മേൽപ്പറഞ്ഞ പ്രകാരം 4 പാദങ്ങളിലും ഫലങ്ങൾ വരുന്ന ഉത്രട്ടാതി നക്ഷത്ര ജാതരുടെ പൊതു ലക്ഷണങ്ങളായി വരുന്നത് സ്ഥിരബുദ്ധിയുള്ളവരും മനസ്സിന് വെണ്മയുള്ളവരും ധാർമ്മികരും ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നവരും സാഹസികത ഉള്ളവരും ദൈവഭക്തരും പാണ്ഡിത്യമുള്ളവരും ത്യാഗിയും മൃദുശീലരും ധനവാന്മാരും ആയിരിക്കുന്നതാണ്. മോഹന ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ. ഓം നമഃശിവായ.